എടക്കഴിയൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി മർദ്ദിച്ച കേസിലെ 4 പ്രതികൾ അറസ്റ്റിൽ. അകലാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ വേലിയേറ്റം രൂക്ഷം. പകർച്ചവ്യാധി ഭീതിയിൽ പ്രദേശവാസികൾ. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിനെ ഭക്തജനപ്രവാഹം. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ കാനയിൽ മാലിന്യം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. എടക്കഴിയൂരിൽ വീട്ടിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം തടങ്കലിൽ വെച്ച് മർദ്ദിച്ച കേസിലെ 4 പ്രതികളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അകലാട് സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഷഹീൻ, പുന്നിയൂർക്കുളം അണ്ടത്തോട് നദീം ഖാൻ, മൂന്നൈനി സ്വദേശി ആഷിഫ് ഫഹ്സാൻ എന്നിവരെയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് എടക്കഴിയൂർ മഞ്ചറമ്പത്ത് വീട്ടിൽ ഷനൂബിനെ പ്രതികൾ തടങ്കലിലാക്കി മർദ്ദിച്ചത്. ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ PS അനിൽകുമാർ, S വിഷ്ണു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, അരുൺ ജി രഞ്ജിത്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വേലിയേറ്റം പതിവിൽ കൂടുതൽ ശക്തമായതോടെ എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ബ്ലാങ്ങാച്ചാൽ തോടിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ചളി നിറഞ്ഞ വെള്ളം ആഴ്ചകളായി കെട്ടിനിൽക്കുന്നത് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട്. കടലിൽ നിന്നും തോടുവഴി കടന്നുകയറുന്ന കടൽവെള്ളം വീട്ടുമുറ്റങ്ങളിലും നടവഴികളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം 1 മാസം 2 മാസമോ ഈ ചെളിയില്ലാണ്ട് വരുന്നുള്ളൂ. അല്ലാത്ത എല്ലാ പ്രാവശ്യവും കൊല്ലത്തിൽ ഈ ചെളിയും വെള്ളവും തന്നെ ഞങ്ങൾ നീന്തി. കുട്ടികളായാലും വാഹനങ്ങളായാലും എല്ലാം അപകടത്തിൽ തന്നെയാണ്. ഈ വെള്ളത്തിൽ തന്നെ നിന്നിട്ട് ഉപ്പും വെള്ളം കയറി കിടക്കുന്നത്. തോട്ടിലെ വെള്ളം മുറ്റത്തേക്ക് കയറണം. തോടിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു നിൽക്കണ. അതിൽ കൂടെ വെള്ളം സ്പീഡിൽ വരുന്ന സ്റ്റെപ്പ് വരെയും കയറി വെള്ളം വരുന്നത്. ബാക്കിലൊക്കെ അടുക്കള അവിടെയൊക്കെ പൊക്കം കുറവാണ്. അപ്പൊ അതിൽ കൂടെ ഒക്കെ വെള്ളം കയറും. സൈഡ് കെട്ടിത്തരാന്ന് പറഞ്ഞിരുന്നാണ് ഈ പൊയിലിന്റെ ഒക്കെ. പക്ഷെ സൈഡൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. അവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കണേ. ഇവരെ വേണ്ടപ്പെട്ടവരെ വിളിച്ചു പറയുമ്പോ ആ മെമ്പറിന്റെ അവിടെയാണ്, മറ്റേ മെമ്പറിന്റെ അവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മെമ്പർ സാധനം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞതാണ് അവിടെ കെട്ടണമെങ്കിൽ ഒരുപാട് വീതി ഉണ്ട്, അതിലേക്കൂടെയാണ് വെള്ളം വരണതെന്ന് പറഞ്ഞപ്പോൾ ആളങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ പാടില്ലാത്തവരും നടക്കാൻ പറ്റാത്ത വീടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാങ്ങാച്ചാൽ തോടിലും ഇടത്തോടുകളിലും കാലാകാലങ്ങളിൽ തടയണ കെട്ടി വേലിയേറ്റത്തെ തടയുകയാണ് പതിവ്. കഴിഞ്ഞ 1-2 വർഷങ്ങളായി വൃശ്ചിക മാസം മുതലുള്ള വേലിയേറ്റം താരതമ്യേന കുറവായിരുന്നു. എന്നാൽ ഇക്കുറി വൃശ്ചികകാല വേലിയേറ്റം പതിവിലും ശക്തമായി. ഇതോടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുകയായിരുന്നു. പല വാർഡുകളിലും വേലിയേറ്റം തടയുന്നതിനുള്ള സ്ലൂയിസ് നിർമ്മിച്ചിട്ടുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ സ്ലൂയിസ് നിർമ്മാണം പാതി വഴിയിലാണ്. സ്വകാര്യ ഭൂമിയിലുള്ള ഇടതോടുകൾ മണ്ണിടിഞ്ഞ് ആഴം കുറഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ബ്ലാങ്ങാച്ചാൽ തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ഇടതോടുകൾ ആഴം കൂട്ടുകയും വഴി വേലിയേറ്റം തടയാനാകും. ഈ പ്രവൃത്തി കാലതാമസമില്ലാതെ നടന്നാൽ ദുരിതം ഒഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TC വിനോസ്, കൊടുങ്ങല്ലൂർ. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ, ഫാദർ ഡോക്ടർ ആന്റണി കണ്ണനായ്ക്കൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റി ഒരുക്കിയ ആകാശവിസ്മയം വെടിക്കെട്ട് പ്രേമികൾക്ക് ആവേശം പകർന്നു. തിരുനാൾ ദിവസമായ ചൊവ്വാഴ്ച ആഘോഷമായ തിരുനാൾ ദിവ്യബലി, പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവ നടക്കും. ട്രസ്റ്റിമാരായ ജോൺസൺ നിലങ്കാവിൽ, CK സെബി, CA ടോണി, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ PV പിയൂസ്, പബ്ലിസിറ്റി കൺവീനർ റിജോ P ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരുനാളിന് നേതൃത്വം നൽകുന്നത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവന് ഗുരുവായൂർ ക്ഷേത്രനടയിലെ കാനയിൽ മാലിന്യം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു.
ക്ഷേത്രത്തിന് 50 മീറ്റർ മാത്രം ദൂരമുള്ള ഈ വഴിയിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കിഴക്കേ സമൂഹമഠം റോഡിലാണ് കാന നിറഞ്ഞ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ശോഭാ ഹരിനാരായണൻ കഴിഞ്ഞ 19-ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ സമീപിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർ പറഞ്ഞു. സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നതായും കൗൺസിലർ ആരോപിച്ചു. നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം അല്ലാണ്ട് ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്ന ഒരു ലോഡ്ജോ ഹോട്ടലോ അവര് വന്നിട്ട് ഈ സ്ലാബ് മുഴുവൻ പൊളിച്ച് കാനേന്ന് മണ്ണ് കോരി ഇവിടെ പരത്തിയിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ നടക്കുന്ന ഒരു വഴിയാണ്. നവകേരളം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നടക്കുന്ന ഈ സമയത്ത് പുറമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നഗരസഭ വളരെ വലിയൊരു ഫൈൻ ഉണ്ടാക്കുന്ന സമയത്ത് 10 ദിവസം മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിന് ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കാനയുടെ സ്ലാബ് നഗരസഭയുടെ കാന തൊടാൻ അവർക്ക് എന്താ അധികാരം? അവര് കാനയുടെ സ്ലാബൊക്കെ തുറന്ന് മണ്ണ് വേസ്റ്റ് വെള്ളം കക്കൂസ് മാലിന്യം അടക്കം ഇത് കൂടെയാണ് ഒഴുകണത്. ഈ മണ്ണ് പുറത്തിട്ടിട്ട് നാറിയിട്ട് ഈ വഴി നടക്കാൻ വയ്യ. ഇവിടെ പരിസരത്തുള്ളവർ ഇവിടെ അടുത്തുള്ള ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടേക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാന നിറഞ്ഞ് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നതിനാൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതേ തുടർന്ന് സമീപത്തെ സ്വകാര്യ സ്ഥാപനം തൊഴിലാളികളെ ഉപയോഗിച്ച് കാനയിലെ മാലിന്യം പുറത്തേക്ക് കോരിയിട്ടു. ഇതോടെ ക്ഷേത്ര പരിസരത്ത് ദുർഗന്ധം രൂക്ഷമായി. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പിന്നീട് തൊഴിലാളികൾ മാലിന്യം നീക്കം ചെയ്തു. ഈ അവസരത്തിൽ നഗരസഭ നോക്കുകുത്തിയാണെന്നും ശോഭ ആരോപിച്ചു. അനുമതിയില്ലാതെ കാന പൊളിച്ച് മാലിന്യം വൃത്തിയാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതി നൽകിയിട്ടും പരിഹരിക്കാത്ത ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണം. കാനയിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെയും നടപടി വേണം. ഇക്കാര്യങ്ങളിൽ നഗരസഭ അലംഭാവം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിലർ പറഞ്ഞു. ഇപ്പൊ നമുക്ക് കാണാം, ഏതോ ഒരു വ്യക്തി ഈ കോരിട്ട മണ്ണ് അർബാനയിലാക്കി കൊണ്ടുപോകുന്നു. അപ്പൊ നഗരസഭാ വിഭാഗം ശരിക്കും ഒരു നോക്കുകുത്തിയായിട്ട് ഇരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം വീണ്ടും ഈ വിഷയം ഞാൻ ഹെൽത്ത് സൂപ്രണ്ടിനെ റിപ്പോർട്ട് ചെയ്തതാണ്. അവരിവിടെ വന്ന് കാഴ്ച കണ്ട് പോവുകയാണോ എന്താണ് അവസ്ഥ എന്നറിയില്ല. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അമ്പലത്തിന്റെ ഈ പരിസരത്തുള്ളത്. ഇതിന് നടപടി ഉണ്ടായെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം വെള്ളത്തിരുത്തിയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിൽ നിന്നും എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളത്തിരുത്തി കുന്നുംകാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസമാണ് ചൂണ്ടൽ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിനിടയാക്കിയ കാറിന്റെ ഡ്രൈവർ കടങ്ങോട് സ്വദേശി ബോബനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എടത്തിരുത്തി പുളിഞ്ചോട് മേപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുത്തൻപീടിക വാളമുക്ക് സ്വദേശി പള്ളത്തി വീട്ടിൽ 30 വയസ്സുള്ള വിനീതാണ് മരിച്ചത്. ഡിസംബർ 25-നായിരുന്നു അപകടം. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അധ്യാപക സർവീസ് സംഘടന സമരസമിതി ചാവക്കാട് മേഖലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം NP സലീം ഉദ്ഘാടനം ചെയ്തു. KGOF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ K വിവേക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VJ മെർലി, ജില്ലാ വൈസ് പ്രസിഡന്റ് MK ഷാജി, ജോയിന്റ് കൗൺസിൽ ചാവക്കാട് മേഖലാ സെക്രട്ടറി KH നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മുൻപ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പെൻഷൻ തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ ജനുവരി 22-ന് നമ്മൾ പണിമുടക്കായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഒരു LDF സർക്കാരിന്റെ കീഴിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ പണിമുടക്ക് വിജയിക്കുമോ എന്നുള്ള സംശയിക്കുകയും ഉന്നയിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം നമ്മളുടെ ഇടയിലും നമ്മുടെ സർവീസ് മേഖലയിലും അധ്യാപക മേഖലയിലൊക്കെ ഉണ്ട്. എന്നാൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ജോയിന്റ് കൗൺസിൽ പോലുള്ള സംഘടനകളുടെ കാട്ടൂരിൽ വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ വലക്കഴ സ്വദേശി ചക്കാലയ്ക്കൽ വീട്ടിൽ 73 വയസ്സുള്ള ആലീസാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാട്ടൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ നടപ്പാതയുടെ കൈവരികളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി.
നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള നഗര സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, ON ജയദേവൻ, കൌൺസിലർമാരായ KR ജൈത്രൻ, നഗരസഭാ സെക്രട്ടറി NK വൃജ തുടങ്ങിയവർ പങ്കെടുത്തു. ചേറ്റുവ 1-ാം വാർഡിനോട് ഉള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചും തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടും ഏങ്ങണ്ടിയൂർ 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചേറ്റുവ KPR നഗറിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KPR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. മുന്നിട്ടിറങ്ങിയ 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് മുഴുവൻ അവിടെ ഓടിയെത്താനും ആ വിഷയങ്ങളിൽ ഇടപെടാനും തന്നാൽ കഴിയുന്ന രീതിയിൽ ഈ വാർഡിന്റെ വികസന പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ ഉയർത്തിക്കാണിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന മെമ്പറാണ് ഓമന മെമ്പർ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും അമൃത മിഷനും സംയുക്തമായി ജലം ജീവിതം എന്ന പേരിൽ ഒല്ലൂർ പള്ളിനടയിൽ ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചു. തൃശൂർ THS, GVHSS സ്കൂളുകളിലെ 1-ാം വർഷ NSS വോളണ്ടിയേഴ്സാണ് ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചത്. അമൃത വിഷൻ പ്രതിനിധി N രാഹുൽ, മുനിസിപ്പാലിറ്റി ഫിനാൻസ് വിദഗ്ധൻ സിജു സണ്ണി, തൃശൂർ കോർപ്പറേഷൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കം വാട്ടർ വിദഗ്ധൻ T നിഖിൽ എന്നിവർ സംസാരിച്ചു. ഇനി ഒരിക്കൽ തമ്മിൽ കാണുമോ എന്ന് പോലും. ജീവാമൃതമീ ജീവജലം കളയരുതേ. വടക്കാഞ്ചേരി അകമല റോഡരികിലെ ആളൊഴിഞ്ഞ പറമ്പിൽ 65 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ ഇയാൾ ഒരു സ്ഥാപനത്തിന് മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ ചിലർ കണ്ടിരുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള കടാംകുളത്തിനോട് ചേർന്നുള്ള വിശ്രമ കേന്ദ്രം കാടുകയറിയത് നീക്കം ചെയ്തു. വിശ്രമ കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങൾ വരെ കാടുകയറി കിടക്കുന്നത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർഡ് മെമ്പർ അനില സുനിലിന്റെ നേതൃത്വത്തിൽ സേവാഭാരതി പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കുളത്തിനോട് ചേർന്ന് നികത്തിയെടുത്ത ഭാഗത്ത് ടൈൽ വിരിച്ച് ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിലാണ് കാടുകയറി കിടന്നിരുന്നത്. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. എടക്കഴിയൂർ വളയംതോട് കൊഴപ്പാട് അയ്യപ്പൂവിന്റെ വീട്ടിൽ നിന്നും ആദ്യ കാഴ്ച പുറപ്പെട്ട് ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു. അയ്യപ്പൂ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ ആദ്യ കാഴ്ചയ്ക്ക് നേതൃത്വം നൽകി. പ്രകൃതിക്കും മനുഷ്യജീവനും ഭീഷണി ഉയർത്തുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ പ്രദേശത്തെ 2 കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധ സംഗമവും റാലിയും നടത്തി. ദേശീയപാത നിർമ്മാണത്തിനായി കരാർ കമ്പനിയാണ് കുന്നുകൾ ഇടിച്ച് വൻതോതിൽ മണ്ണ് കൊണ്ടുപോകുന്നത്. അമിതഭാരവുമായി രാത്രികാലങ്ങളിൽ പോലും വലിയ ലോറികൾ പോകുന്നത് പ്രദേശവാസികൾക്ക് സ്വൈര്യജീവിതത്തിന് തടസ്സമാവുകയാണെന്നാരോപിച്ച് നാട്ടുകാർ ലോറികൾ തടയുകയും വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. പ്രതിഷേധ റാലി കോട്ടോൽ വായനശാല പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം പരിസ്ഥിതി പ്രവർത്തകൻ ലിജിൻ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ അംഗം മുരളി പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം നിഷ KG, കൺവീനർ ഷഫീഖ്, പ്രമോദ്, സരിത, ശ്രീരാഗ്, സുമിത്, ലക്ഷ്മണൻ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടുന്നു. മഹത്തായ ഒരു വാക്കാണത്. നിങ്ങളത് ചിന്തിക്കേണ്ട വാക്കാണ്. കാരണം എന്താണ് രാഷ്ട്രീയം?
രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്തും രാഷ്ട്രീയമാണ്. അതിൽ ചൂഷണമായാലും എന്തായാലും രാഷ്ട്രീയമാണത്. എരുമപ്പെട്ടിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും വൈദ്യുതി വയറുകൾ മോഷണം പോയി. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തേറുപറമ്പിൽ സുരേഷിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് വൈദ്യുതി വയർ വൻതോതിൽ മോഷ്ടിച്ചത്. കെട്ടിടത്തിന് പുറത്തുള്ള പൈപ്പുകൾ പൊട്ടിച്ച് ഉള്ളിൽ സ്ഥാപിച്ചിരുന്ന വയർ മുറിച്ചെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇരുമ്പ് സാമഗ്രികളും കരിയന്നൂരിലെ കെട്ടിടത്തിൽ നിന്ന് സ്റ്റീൽ ഉപകരണങ്ങളും മോഷണം പോയിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വെള്ളർക്കാട് നടന്ന കലോത്സവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, മെമ്പർ കെ മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ബധിര അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പെരിങ്ങാവിൽ നടന്ന യോഗത്തിൽ ചിത്രകാരൻ KK രവീന്ദ്രനും KT വിദ്യാധരനും ചേർന്ന് ബധിര അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് K രാധാകൃഷ്ണനെ ആദരിച്ചു. ചെയർമാൻ S സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PJ ജോമോൻ, ജനറൽ സെക്രട്ടറി ഹെൻറി സണ്ണി, KB സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ മണലൂർ പഞ്ചായത്തിലെ ജോലി രാജിവെച്ചതായി താൽക്കാലിക ഡ്രൈവർ PS രജിത്ത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനമോടിക്കുന്ന ഡ്രൈവറായിരുന്നിട്ടും പ്രസിഡന്റിന്റെ വീട്ടിലെ ആവശ്യത്തിന് വാഹനം കൊണ്ടുപോയി പലപ്പോഴും രാത്രി ഏറെ വൈകിയാണ് എത്തുക. അവധി തരാതെയാണ് തന്നെക്കൊണ്ട് രാത്രിയിലും ജോലി എടുപ്പിച്ചതെന്നും രജിത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അവധി ദിവസങ്ങളിൽ രജിസ്റ്റർ പുസ്തകത്തിൽ നിർബന്ധിച്ച് ഹാജർ വെപ്പിച്ച് തന്റെ ദിവസവേതനമായ 730 രൂപ പ്രസിഡന്റ് തട്ടിയെടുത്തുവെന്നും രജിത്ത് ആരോപിച്ചു. മാനസികമായി വിഷമം നേരിട്ടതിനാലാണ് ഡ്രൈവർ ജോലി രാജിവെക്കുന്നത് എന്നും രജിത്ത് പറഞ്ഞു. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ MP TN പ്രതാപൻ നിർവഹിച്ചു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. MLA മുരളി പെരുന്നെല്ലി, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മുൻ MLA അനിൽ അക്കര, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, തിരുനാൾ ജനറൽ കൺവീനർ PD ജോസ്, കാരുണ്യ കമ്മിറ്റി കൺവീനർ ജസ്റ്റിൻ ഫ്രാൻസിസ്, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ നിലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. 15 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതൊരു അവസരമായിട്ട് കാണണം. എന്നത് ആ പൊതുസമൂഹത്തിന്റെ ഒരു ജീവിതത്തിന് പൂർണ്ണമായും സമാധാനപൂർവമായ ഒരു ആത്മീയ മാനസിക അർത്ഥതലം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ നമ്മളെ എല്ലാം സമർപ്പിക്കുക തന്നെയാണ്. നാം ഒരു സമയം ഭൗതികമായി തിരിഞ്ഞു പോകും, ഉറപ്പാ. ആരും നമ്മൾ ചിരഞ്ജീവികളായിരിക്കാൻ വേണ്ടി പോണില്ല. പോകുമ്പോ നമ്മളൊന്നും കൊണ്ടുവരാൻ വേണ്ടി പോണില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ തട്ടിയ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയൽവാസിയെ കൂടി സ്നേഹിക്കുന്ന മനസ്സ് നമുക്കുണ്ടായാൽ, അയൽവാസി ആരുമാകട്ടെ, അവരെ നെറ്റിയിൽ ചന്ദനക്കുറിയുള്ളവനോ നിസ്കാരത്താഴമുള്ളവനോ കുരിശുമാല കഴുത്തിൽ ഇട്ടവനോ അവിശ്വാസിയോ ഒന്നുമാകട്ടെ, മനുഷ്യൻ, ദൈവം, ഇത് രണ്ടിനിടയിൽ നമുക്ക് ചില മധ്യസ്ഥന്മാരുണ്ട്. കാരമുക്ക് സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി.
പാത്രമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിജു ആലപ്പാട്ട് സന്ദേശം നൽകി. ഫാദർ നവീൻ മുരിങ്ങാത്തേരി സഹകാർമ്മികനായിരുന്നു. CPM-ൽ ചേർന്ന രായമരക്കാർ വീട്ടിൽ മൂസ, പുതിയ വീട്ടിൽ അലി എന്നിവർക്ക് CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, LC അംഗങ്ങളായ MP ഭാസ്കരൻ, VG വിനോദൻ, AS സബിത്ത്, ഗിരീഷ് മാത്തുക്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പീതാംബരൻ രാരംഭത്ത് രചനയും നിർമ്മാണവും നിർവഹിച്ച മകരപ്രഭ മ്യൂസിക് ആൽബം പ്രകാശനം ചെയ്തു. കാഞ്ഞാണിയിൽ നടന്ന ചടങ്ങിൽ ഷൈജൻ ശ്രീവത്സം യൂട്യൂബിൽ റിലീസ് ചെയ്തു. പീതാംബരൻ രാരംഭത്ത് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ പത്മ പീതാംബരൻ, ഡയറക്ടർ തിലകൻ വെങ്കിടങ്ങ്, ക്യാമറാമാൻ സുമേഷ് മുല്ലശ്ശേരി, ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ MC മദനകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് മേജർ സെറ്റ് കഥകളി അരങ്ങേറി. രംഗഭൂഷ ഇരിഞ്ഞാലക്കുടയാണ് കഥകളി അവതരിപ്പിച്ചത്. ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, സദനം മോഹനൻ, ഇരിഞ്ഞാലക്കുട വിനോദ്, വെള്ളനേഴി ഹരിദാസ് എന്നിവർ വേഷമിട്ടു. സദനം ശിവദാസ്, സദനം ജ്യോതിസ് ബാബു എന്നിവർ പാട്ടിലും, കലാമണ്ഡലം ബാലസുന്ദരൻ ചെണ്ടയിലും, ചെർപ്പുളശ്ശേരി ഹരിഹരൻ, RLV പ്രകാശും മദ്ദളത്തിലും പിന്നണിയായി. കലാനിലയമാണ് ചുട്ടിക്ക് നേതൃത്വം നൽകിയത്. ലക്ഷ്മി തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം 8 മുതൽ 14 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ തിരുവാതിര കളി അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് ഡോക്ടർ ശ്രീകാന്ത് ഗുരുവദത്തിന്റെ പ്രഭാഷണം, തുടർന്ന് ഭക്തിഗാനമഞ്ജരി എന്നിവ നടക്കും. 13, 14 തീയതികളിൽ രാവിലെ ശ്രീഭൂതബലിക്ക് ശേഷം ദേവനെയും ദേവിയെയും പുറത്തേക്ക് എഴുന്നള്ളിക്കും. 13-ന് വൈകിട്ട് ശുഗപുരം ദിലീപ്, ശുഗപുരം രഞ്ജിത്ത് എന്നിവരുടെ ഡബിൾ തായമ്പക നടക്കും. സമാപന ദിവസങ്ങളിൽ അന്നദാനം ഉണ്ടായിരിക്കും. ക്ഷേത്രം ഭാരവാഹികളായ EP നാരായണൻ നമ്പൂതിരി, K സുനിൽകുമാർ, KB മോഹനൻ, TN നിഷാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ KV ജയകുമാറിന് ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി. ചാലക്കുടി സ്വദേശിയാണ് ജസ്റ്റിസ് KV ജയകുമാർ. പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷനായി. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KV ജയൻ, വൈസ് പ്രസിഡന്റ് ലിജോ കാഞ്ഞിരത്തിങ്കൽ, നഗരസഭാ കൗൺസിലർ VJ ജോജി, പൗരസമിതി പ്രതിനിധി US അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര മേഖല കർഷക സംഘം കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജിത ഉദ്ഘാടനം ചെയ്തു. പുത്തൻകടപ്പുറം മത്സ്യത്തൊഴിലാളി സംഘം ഹാളിൽ നടന്ന കൺവെൻഷനിൽ മേഖലാ പ്രസിഡന്റ് ശശിധരൻ മൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ, തിരുവത്ര മേഖലാ സെക്രട്ടറി PK രാധാകൃഷ്ണൻ, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, KR ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് 9-ാം വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ജനകീയ ഒപ്പുശേഖരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി സമരം ഉദ്ഘാടനം ചെയ്തു.
VB ലിബീഷ് അധ്യക്ഷത വഹിച്ചു. KB രാജീവ്, VK മോഹനൻ, ഉസ്മാൻ അന്തിക്കാട്, U നാരായണൻകുട്ടി, ഗൗരി ബാബു, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. എടക്കഴിയൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി മർദ്ദിച്ച കേസിലെ 4 പ്രതികൾ അറസ്റ്റിൽ. അകലാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ വേലിയേറ്റം രൂക്ഷം. പകർച്ചവ്യാധി ഭീതിയിൽ പ്രദേശവാസികൾ. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിനെ ഭക്തജന പ്രവാഹം. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ കാനയിൽ മാലിന്യം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.